നമ്മൾ പറയുന്ന മൊബൈൽ ഫോൺ സംവിധാനമോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ സൂപ്പർസോണിക് വിമാനങ്ങളോ മനുഷ്യൻ പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന AI സംവിധാനങ്ങളോ ഒന്നുമല്ല അത്ഭുതം. അത്ഭുതങ്ങളിലൊക്കെ ഏറ്റവും വലിയ അത്ഭുതത അതൊക്കെ കണ്ടുപിടിച്ച മനുഷ്യന്റെ തലച്ചോറാണ്. ആ തലച്ചോറ് നിർമ്മിക്കപ്പെട്ടത് എന്തിൽ നിന്നാ? ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഒരു വസ്തു എന്ന് വിശേഷിപ്പിക്കാൻ മാത്രമില്ലാത്ത ഒരു ചെറിയ ബീജത്തിൽ നിന്നാണ്. ഇത്രയും ആസൂത്രിതമായ ഒരു നിർമ്മാണം മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു സൂത്രധാരനുണ്ടെന്നത് ഉറപ്പല്ലേ? അതാരാണെന്ന ചോദ്യമാണ് അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. അള്ളാഹു പറയുന്നു, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അപ്പൊ പടച്ച റബ്ബിനെ അറിയാൻ നമ്മളെ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. തലച്ചോറിൽ അനേകായിരം നരമ്പുകളാണ്. അതിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പറ്റാത്തൊക്കെ ഉണ്ടാവും. നമ്മൾ ഒറ്റ നോട്ടത്ത് നോക്കിയാൽ ഒരു തേങ്ങന്റെ ഉള്ളിലെ കാമ്പോല ഉണ്ടാവും. ശരീരശാസ്ത്ര പണ്ഡിതന്മാരുടെ നിഗമനം, ഒരാളെ തലച്ചോറിന്റെ ഉള്ളിലെ നരമ്പുകളുടെ മാത്രം നീളം ഏകദേശം 495 കിലോമീറ്ററോളം വരും അത്രേ. തലച്ചോറിനുള്ളിൽ ചുരുട്ടി വെച്ച നരമ്പിനെ നീട്ടിപ്പിടിച്ചാലേ അപ്പൊ ഏകദേശം കേരളത്തിന്റെ നീളം തലയിൽ ചുരുട്ടി വെച്ച് ആ തലച്ചോറുമായിട്ട് നടക്കുകയാണ് മനുഷ്യനെ. അവൻ ചിന്തിക്കണം, ആരാണ് എൻ്റെ ശരീരത്തെ സംവിധാനിച്ചത്? നമ്മുടെ ശരീരത്തിലെ മറ്റൊരു മഹാത്ഭുതമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നേരത്തെ നമ്മൾ പറഞ്ഞ 75 ട്രില്യണോളം വരുന്ന ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളുടെയും ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓക്സിജനീകരിക്കപ്പെട്ട രക്തം മുഴുവൻ കോശങ്ങളിലും എത്തണം. അങ്ങനെ ഓക്സിജൻ കലർന്ന രക്തം എത്തിയിട്ടില്ലെങ്കിൽ ആ കോശം ചത്തുപോകും, ചീഞ്ഞ് പഴുത്തുപോകും. നമ്മളെ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? ജീവനോടെ നിൽക്കുന്നത് അതിലേക്ക് ഓക്സിജൻ കലർന്ന രക്തം എത്തുന്നതുകൊണ്ടാണ്. പാദം മുതൽ പതപ്പ് വരെയുള്ള എല്ലാ കോശത്തിലും രക്തത്തുണ്ട്. അവിടെ രക്തം എത്തിക്കുന്നത് ആരാ? നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന അവയവം. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് 3 ആഴ്ച പ്രായമായാൽ അന്ന് തലച്ചോറ് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ്. അതിനു മുമ്പേ പ്രവർത്തനം തുടങ്ങുന്ന ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തിന്റെ ഡ്യൂട്ടി എന്താ? ഒരു മിനിറ്റിൽ ശരാശരി 70-72 തവണ വരെ അത് പമ്പിങ് നടത്തുകയാണ്. ഈ തള്ളൽ രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള കോശങ്ങളിലേക്ക് ചോര എത്തുന്നത്. അത് പമ്പിങ് നടത്തുമ്പോഴേക്ക് എല്ലാ കോശത്തിലും രക്തത്തണമെങ്കിൽ എന്തു വേണം? ശരീരത്തിൽ ഒരു പ്ലംബിംഗ് ആദ്യം നടക്കണം. നിങ്ങൾ 20-30 ഒക്കെ നിലയുള്ള ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കുക. അവിടെ വയറിങ്ങും പ്ലംബിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, തേപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത്ഭുതപ്പെടും. പടച്ചോൻ, എത്രയാതി വയറും പൈപ്പൊക്കെയാണ് ഇങ്ങനെ പോണത് എന്നല്ലേ. ഇതേപോലെ മനുഷ്യന്റെ ശരീരത്തിലൂടെ പ്ലംബിങ് നടത്തിയിട്ട് വയറിങ് നടത്തിയിട്ട് എത്ര വയറും പൈപ്പും കടത്തിവിട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പം അവിടുത്തെ ചുമരുമൽക്കൊക്കെ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ കാണാം മനുഷ്യന്റെ നരമ്പുകൾ മാത്രമുള്ള ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അത്ഭുതപ്പെട്ടും, പടച്ചമ്പുരാനെ ഇതൊക്കെ എൻ്റെ ശരീരത്തിലുള്ളതാണല്ലോ. കോടാനുകൂടി നരമ്പുകളാണ് എന്ന് പറഞ്ഞാൽ എത്ര കോശങ്ങളുണ്ടോ അതിലേക്കൊക്കെ നരമ്പ് വേണം. അല്ല ബക്കറ്റ് കൊണ്ട് കോരി രക്താട് വെച്ച് പാരല്ല, ഈ റൂട്ടിലൂടെ തന്നെ പോകണം. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതും പറ്റാത്തതുമായ കോടിക്കണക്കിന് നരമ്പുകളുണ്ട്, എല്ലാ സ്ഥലത്തൂടെയും പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു സൂചി എടുത്തിട്ട് വിരലിന്റെ തലപ്പത്ത് കുത്തുന്നില്ലേ, ആ സമയത്ത് അവിടെ രക്തം വരുന്നത് എന്തുകൊണ്ടാ? അതുവഴിയും ഏത് പോകുന്നുണ്ട്? ചെറിയ നരമ്പ് പോകുന്നുണ്ട്. ഇനി കാലിന്റെ ചെറുവിരലെടുത്ത് അതിന്റെ തലയിൽ ഒരു കുത്തു കൊടുത്തു നോക്കി, അവിടെ ചോര തുടിക്കുന്നത് എന്തുകൊണ്ടാ? അതിലേക്കും നരമ്പ് വരുന്നുണ്ട്. ശരീരശാസ്ത്ര പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മാത്രം ഇങ്ങനെ രക്തമെത്തിക്കാൻ വേണ്ടി 86,000 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ ഉണ്ടത്രേ. സുബ്ഹാന ജല്ല ജലാലു.
86,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമല്ല. നാം താമസിക്കുന്ന ഭൂമിയുടെ ആകെ ചുറ്റളവ് 40,000 ചില്ലാനും കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിനെ ഒരു റൗണ്ട് അടിച്ചു പോരാൻ ആകത്രേ ഉള്ളൂ 40,000 ചില്ലാനും കിലോമീറ്റർ. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നരമ്പിന് മാത്രം അതിന്റെ ഇരട്ടിയിലേറെ നീളമുണ്ട് എന്ന് പറയുമ്പോഴാണ് വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിന്റെ ശരീരത്തിലേക്ക് നീ നോക്കുന്നില്ല മനുഷ്യ. യജമാനനായ റബ്ബ് അവന്റെ സൃഷ്ടിവൈഭവം നമ്മൾ കാണുകയാണ്. ഇത് യാന്ത്രികമായി അങ്ങ് ഉണ്ടായിപ്പോയതാണ്. ഇതിന്റെ പിന്നിലൊരാസൂത്രണവും ഇല്ല എന്ന് തലച്ചോറുള്ള മനുഷ്യന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. അവര് പറയുന്നത് മനുഷ്യൻ അവന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മുജാഹദ നടത്തിയിട്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഅരിഫത്ത് കരസ്ഥമാക്കുന്നത്. ഞാൻ ആ ഭാഗം നീട്ടിപ്പറയുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞ നമ്മളെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പടച്ച തമ്പുരാനുണ്ട് എന്നതിന് നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന ഭാഗങ്ങളാണ്. ഈ ഭൂമിയുടെ ഓരോ മണൽത്തരികളും പടച്ച റബ്ബിലേക്കുള്ള പരസ്യപ്പലകകളാണ്. അതൊക്കെ നമ്മൾ ചിന്തക്ക് വിധേയമാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ രീതിയിൽ പടച്ചവന്റെ പുതിയ പുതിയ കുതിറത്തുകളെ തേടി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിൽ അവന്റെ ബഹുമാനവും അള്ളാഹുവിനോടുള്ള ഇളമത്തും ഉണ്ടാകാൻ അവർ പലപ്പോഴും ഭൂമിയുടെ പല ഭാഗത്തൂടെയും സഞ്ചരിച്ചു പോകാറുണ്ട്. ഈ സഞ്ചാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ പടച്ചവനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു യഖീൻ ഉറപ്പ് മനസ്സിൽ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള പരിശ്രമവുമായി ഒരാൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് അള്ളാഹു അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ, ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പല മാർഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കും. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്നു മഹാനവറുകൾ. മുജാഹദയുടെ ഭാഗമായി പല നാട്ടിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വസ്ത്രം അലക്കാനും കുളിക്കാനും വേണ്ടി വന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണ യാത്രക്കിടെ കുളിക്കാൻ ഇറങ്ങുമ്പം മഹാന് അള്ളാഹു തആല ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. തന്റെ മുന്നിലേക്ക് ഒരു വലിയ തേള് ഓടി വരുന്നു. ഈജിപ്തിലെ, ആഫ്രിക്കയിലെ തേളുകൾ കുത്തിയാൽ വെള്ളം ചോദിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ മരിച്ചു പോകുന്ന അവർ, അത്ര വിഷജന്തുക്കൾ. ഈ വലിയ തേള് തങ്ങളെക്കുള്ള ഓടി വന്നപ്പോൾ അല്ലാഹുവിൽ അഭയം എന്ന് പറഞ്ഞ് മഹാനവർ ഇങ്ങോട്ട് മാറി. പക്ഷേ തേള് വന്നത് മഹാനെ ആക്രമിക്കാനായിരുന്നില്ല, മഹാന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ എന്നോണമാണ് മുന്നിലേക്ക് വന്നത്. മഹാൻ ഒന്ന് മാറി നിന്നപ്പോ പിന്നെ നേരെ പുഴയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് മറ്റൊരത്ഭുതം കാണുന്നത്. വലിയ ഒരു പോക്കൻ തവള ഒരു ചെങ്ങാടം കണക്കെ വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞു നിന്നു കൊടുക്കുന്നു. ഈ തേള് നേരെ ചെന്ന് തവളയുടെ പുറത്ത് കയറുന്നു. ഇതിപ്പോ എന്താ കഥ? തവളയും തേളും ഇങ്ങനെ ചങ്ങാതിമാരാണ്. ഇതെന്ത് സൗഹൃദാണ്? അത്ഭുതപ്പെട്ടു. ഒട്ടും താമസിയാതെ ആ വലിയ തവളയതാ മറുകരയിലേക്ക് നീന്തുകയാണ്. ദുന്നൂനിൽ മിസ്രി തങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സംഭവമല്ല, ഇതിന്റെ രഹസ്യം തേടി പുറപ്പെടണം. മഹാനവറുകളും നദിയിലേക്ക് ചാടി അതിന്റെ പിന്നാലെ നീന്തി അതിശീഘ്രം തവള തേളിനെയും കൊണ്ട് മറുകരയിലെത്തുന്നു. തേളതാ ഉടനെ തന്നെ എന്തോ ഒരു ദൗത്യത്തിന് പോകുന്നത് പോലെ കരക്ക് കയറി വീണ്ടും ഓടുകയാണ്. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തങ്ങളും അതിന്റെ പിന്നാലെ ഓടുന്നു. കുറെ അങ്ങ് ചെന്നപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലതാ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായി മയങ്ങിക്കിടക്കുകയാണ്. അയാളുടെ തൊട്ടടുത്തതാ ഒരു കരിമൂർക്കൻ ഇങ്ങനെ അതിന്റെ പത്തി വിടർത്തി അയാളെ കൊത്താൻ ഓങ്ങി നിൽക്കുകയാണ്. ഈ തേള് ഓടിച്ചെന്നുകൊണ്ട്
ആ മൂർഖം പാമ്പിന്റെ മണ്ടയിൽ ആഞ്ഞൊരു കുത്തുകൊടുക്കുന്നു. പാമ്പ് അവിടെ നിന്ന് പെടഞ്ഞ് ചത്തുപോകുന്നു. ദൗത്യം നിർവഹിച്ചതെന്നോണം തേള് വീണ്ടും ഓടുന്നു. നൈൽ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ നേരത്തെ കരകടത്തിയ അതേ തവള കാത്തു നിൽക്കുന്നു. അതിന്റെ പുറത്ത് കയറുന്നു. തേളതാ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് മറുകരയിലേക്ക് യാത്ര പോകുന്നു. ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹു അൻഹു മടങ്ങിച്ചെന്നു ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത്. അവനെ തട്ടി വിളിച്ചിട്ട് ഈ കഥ പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവനാണല്ലോ നമ്മുടെ ഹാഫിർ. അവനല്ലേ നമുക്ക് എല്ലാ കാവലും തരുന്നത്. ഒരു പാമ്പും കീരിയും പരസ്പരം ഏറ്റുമുട്ടണത് കണ്ടാൽ നമ്മളിപ്പോ എന്താ കരുതുക? അത് ഓലെന്തോ വൈരാഗ്യമുള്ളവരാ, പണ്ടേ ശത്രുക്കളാണ്, പാമ്പും കീരിയും പോലെ നമ്മൾ പറയലേ. പക്ഷെ അതിന്റെ പിന്നിലെ രഹസ്യങ്ങളും അതിന്റെ ചുരുളുകളും അഴിച്ചെടുക്കാൻ സാധാരണക്കാരായ നമുക്ക് കഴിയാറില്ല. നമ്മളതൊരു യാദൃശ്ചികത മാത്രാക്കാണ്. ഇവിടെ ഈ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദുന്നൂനിൽ മിസ്രി എന്നൊരു മഹാൻ കണ്ടിരുന്നില്ല എങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? അത് യാദൃശ്ചികമായി പാമ്പും തേള് ഏറ്റുമുട്ടി, പാമ്പ് ചത്തു എന്ന് നമ്മൾ പറയും. പടച്ചവൻ അങ്ങനെയാണ്. ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ സബബുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. പക്ഷെ അവിടെ മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിനെ അറിയാനും കണ്ടെത്താനുമുള്ള അവസരം എല്ലാവർക്കും അല്ലാഹു കൊടുത്തുകൊള്ളണമെന്നില്ല. അതേ സമയത്ത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, പടച്ച റബ്ബിനെ അറിയാൻ ആശിച്ചുകൊണ്ട് ആര് കഠിനാധ്വാനത്തിനിറങ്ങിയോ വ്യത്യസ്തമായ വഴികളിലൂടെ നമ്മളിലേക്ക് നമ്മൾ മാർഗം കാണിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ഒരു രീതിയാണിത്. അങ്ങനെയാണ് മഹാന്മാർ. ആ ദുന്നൂനിൽ മിശ്രിതങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ വേറെ സംഭവങ്ങൾ വേണ്ടല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, എല്ലാ മഹാന്മാരുടെയും ജീവചരിത്രത്തിൽ ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഔലിയാക്കളുടെ കുത്തുബായിരുന്നുവല്ലോ മഹാനവറുകൾ. മഹാനവറുകൾ ചെറുപ്പം മുതൽക്ക് തന്നെ അവിടുത്തെ മാതാപിതാക്കളുടെ പരിശുദ്ധി കാരണം കൂടിയാവാം വലിയ കറാമത്തും വിശുദ്ധിയുമുള്ള ആളായിരുന്നു. കുട്ടിക്കാലത്ത് പോലും സാധാരണ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന കളിയോ തമാശയോ ഒന്നും ഇല്ലാതെ വളരെ ഗൗരവതരമായ പക്വത പ്രകടിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു. നാട്ടിലെ പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് തന്നെ വലിയ പക്വതയും വിലായത്തിന്റെ പദവിയിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. വീട്ടില് വളർത്തുന്ന ഒരു കാളയെ മഹാനവരങ്ങളെ തീറ്റാൻ കൊണ്ടുപോകണം. അല്ലാഹു തആല ഓരോരുത്തർക്ക് വഴി കാണിച്ചു കൊടുക്കൽ അങ്ങനെയാണ്. അതിനെ തീറ്റാൻ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ആ കാള ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ അബ്ദുൽ ഖാദിർ അഖുലിഖ്ത ലിഹാദാ, അബ്ദുൽ ഖാദിറെ, നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്നെ പോലുള്ള ഒരു കാളയുടെ പിന്നാലെ നടക്കാനാണോ? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ജീവിതത്തിന്റെ വഴിത്തിരിവായത് ഈ കാളയുടെ ചോദ്യമാണ്. ഏറും അറഫ നാൾ പശുവേ പായിച്ചാര്, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ മുഹിയുദ്ദീൻ മാലയിൽ ഈ ചരിത്രത്തെയാണ് ഈ ചെറിയ വരിയിലൂടെ കോറിയിട്ടത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് തമാശയാണ്. അങ്ങനെ ഒരു പശു സംസാരിക്കുമോ, കാള സംസാരിക്കുമോ, അതും ഒരു മനുഷ്യന്റെ ഭാഷയിൽ, എന്നിട്ടത് മനുഷ്യൻ കേൾക്കുമോ? ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആർക്കു മാത്രമാണ്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്കോ പടച്ചവന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് ബോധമില്ലാത്തവർക്കോ മാത്രം ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്കോ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്കോ ഈമാനുള്ളവർക്കോ അള്ളാനെ മനസ്സിലാക്കിയവർക്ക് ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല. പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 1 കിലോഗ്രാമോളം വലിപ്പമുള്ള ഒരു നാവെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? ഉറുമ്പിന്റെ നാവ് കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉറുമ്പിന്റെ നാവ്. പരിശുദ്ധ ഖുർആനില് ഉറുമ്പ് സംസാരിച്ചു എന്നുണ്ട്, അതൊരു മനുഷ്യൻ കേട്ടു എന്നുണ്ട്. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ
മുഹിയുദ്ദീൻ മാലയിലും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലുമുള്ള ജീലാനി തങ്ങളോട് ഒരു കാള സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നതിനും ഒരു തടസ്സമില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസമല്ലേ, ഞങ്ങൾ മാലയും തള്ളിക്കോളി, നിങ്ങളെല്ലാവരും തള്ളിക്കോളും. അത് തമാശ പറഞ്ഞതല്ല, ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ച കാര്യമാണ്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പരിവാരങ്ങളുമായി ഇങ്ങനെ നടന്നു പോകുകയാണ്. അള്ളാഹു പറയുന്നു, ഹത്താ ഇദാ അത്തൗ അലാ വാദിൻ നംലി ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഒരു താഴ്വരയിലെത്തി, ഉറുമ്പുകൾ ധാരാളം താമസിക്കുന്ന താഴ്വരയാണ്. അവിടെ എത്തിയപ്പോൾ ഉറുമ്പിന്റെ നേതാവ് മറ്റു ഉറുമ്പുകളെ വിളിച്ച് ഓർഡറിടുകയാണ്, യാ അയ്യത്തുഹൻ നംലു ദുഖുലൂ മസാകിനകും, ഓ ഉറുമ്പുകളെ ഉടനെ മാളത്തിലേക്ക് തിരിച്ചു കയറുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈനികരും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് കടന്നിരുന്നോളൂ. മനഃപൂർവ്വം നിങ്ങൾ ആക്രമിക്കുന്നവരല്ല, അറിയാതെ ചവിട്ടിപ്പോവും. പ്രശ്നതല്ലാന്നാ. അറിയാതെയാണെങ്കിലും ഉറുമ്പും കൂട്ടത്തിൽ ചവിട്ടിയാൽ ഉറുമ്പുകൾ പിന്നെ തിരിച്ച് കൂട്ടത്തോടെ ആക്രമിക്കും. അതാരെയായിരിക്കും? അള്ളാന്റെ പ്രവാചകനെയും അവരെ സ്വഹാബിമാരെ. അതൊക്കെ വലിയ അപകട. അപ്പൊ പൊല്ലാപ്പിന് പോകണ്ട, മഹാന്മാരെ മഹത്വം ഉറുമ്പുകൾക്കറിയാലോ. അതറിയാത്തത് പുത്തനാശയക്കാർക്ക് മാത്രമാണല്ലോ. ഉറുമ്പുകൾക്ക് ഈ ബോധമുണ്ട്. അവര് പറഞ്ഞു, വേഗം കുഴപ്പത്തിന് നിൽക്കണ്ട, എല്ലാരും മാളത്തിലേക്ക് കയറിക്കോ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് അള്ളാഹുവിന്റെ പ്രവാചകരായ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകി. അപ്പൊ ഉറുമ്പ് മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചു. അത് കേട്ട് പ്രവാചകരായ സുലൈമാൻ നബി പുഞ്ചിരിച്ചു. എന്നിട്ട് സുലൈമാൻ നബി അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഇത് വല്ലാത്തൊരു തൗഫീഖാൻ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നെ നിഅമത്തുകൾ എത്രയാ, അതിന് നന്ദി ചെയ്യാനുള്ള തൗഫീഖും കൂടെ നീ തന്നെ തരണല്ലാ എന്ന് ആര് ദുആ ചെയ്യാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇത് ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് വിശ്വസിക്കാനുള്ള ഈമാൻ ഉണ്ടോ? ഓൻ എന്താ ഒരു പശു സംസാരിച്ചു, കാള സംസാരിച്ചു എന്നുള്ള വിശ്വസിച്ചൂടെ? അതിന് ഈമാൻ ഉണ്ടാവണം. ഇല്ലാത്തവന് ഇതൊക്കെ തമാശയായിട്ടാ തോന്നുന്നത്, അവർക്ക് ട്രോളാനുള്ള ഉപകരണങ്ങളായിട്ടാ തോന്നുന്നത്. അത് യുക്തിവാദമാണ്. ഇനി കാള തന്നെ സംസാരിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. കാള തന്നെ മനുഷ്യനോട് സംസാരിച്ചത് അവിടെ ഉണ്ട്, സ്വഹീഹുൽ ബുഖാരി തന്നെ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് കാണാം, ബൈനമാ റജുലുൻ യസൂഖു ബിബഖറാ. ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കളിൽപ്പെട്ട ഒരാൾ ഒരു കാളയെയും തെളിച്ചിങ്ങനെ പോകുകയാണ്. കുറെ നടന്നപ്പം അയാൾ ക്ഷീണിച്ചു. ഉടനെ അയാൾ കാളന്റെ പുറത്ത് കയറിയിരുന്നു. ആ സമയത്ത് കാള ആ മനുഷ്യനോട് പറയുകയാണത്രേ, മാ ഖുലിഖ്നാ ലിഹാദാ, ഓ മനുഷ്യ, ഞങ്ങളെ പടക്കപ്പെട്ടത് പുറത്ത് കയറി യാത്ര പോകാനല്ല. ഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർള്, ഭൂമി ഉഴുതുമറിക്കാനാണ് ഞങ്ങളെ പടക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ തോളില് ലോഡ് എടുക്കാനാ. ഉഴുതുമറിക്കുമ്പോ എവിടെ കലപ്പ കെട്ടല് തോളില് ലോഡ്. പുറത്ത് ഞങ്ങൾ ആളെ കയറ്റലില്ല, അതിന് വേറെ ടീമുണ്ട്. അതിനാണ് കുതിര, കഴുത, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പുറത്ത് ലോഡെടുത്ത് പോണോല. ഞങ്ങൾ തോളില് കയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇറങ്ങണം തോളിന്ന് പുറത്തുനിന്ന്. ആര് പറയാ? കാള പറയാ. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ഇത് നബിതങ്ങൾ പറഞ്ഞപ്പം സ്വഹാബാക്കളെ കൂട്ടത്തിൽ അത്ഭുതത്തോടെ അവര് പറഞ്ഞു, നിഷേധിച്ചതല്ല, സമ്മതിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു, വാ അജബാ
ബഖറത്തുൻ തതകല്ലമു ബികലാമിന്നാസ്. ഇതെന്തൊരത്ഭുതമാണ്! മനുഷ്യരുടെ ഭാഷയിൽ ഒരു കാള സംസാരിച്ചു എന്നാണോ നബി അവിടുന്ന് പറയുന്നത്? അവരാശ്ചര്യം പ്രകടിപ്പിച്ചപ്പോൾ മുത്തുനബി പ്രതികരിച്ചു, അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നി ഊമിനു ബിഹി, ഞാൻ തീർച്ചയായും അത് വിശ്വസിക്കുന്നു. അന വ അബൂബക്കരിൻ വ ഉമറു, ഞാൻ മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് അത് വിശ്വസിക്കുന്നു, ഉമറുൽ ഫാറൂഖും അത് വിശ്വസിക്കുന്നു. ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, വമാഹുമാ സമ്മാ. ഇത് പറയുന്ന സമയത്ത് ഈ രണ്ട് മഹാന്മാരും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖ് തങ്ങളും അവിടെ അല്ല, ഉമർ ഫാറൂഖ് തങ്ങളും ഇല്ല. പക്ഷെ അവരും ഇത് വിശ്വസിക്കുന്ന ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ മദ്ഹ് പറയുന്ന ബുഖാരിയുടെ അധ്യായത്തിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ മദ്ഹ് പറയുന്ന അധ്യായത്തിലും ഈ ഹദീസ് ആവർത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഈമാനത അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, റസൂലിൽ വിശ്വസിക്കുന്നവരാ. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നിടത്ത് പിന്നെ യുക്തിവാദം അതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട് എല്ലാം സംസാരിക്കും. ഇന്നിപ്പം അതിനൊക്കെ നാവെങ്കിലും ഉണ്ടല്ലോ ആ സാധനം. ഇപ്പൊ ഈ സംസാരിക്കണ സാധനമൊക്കെ എന്താ? അതൊക്കെ ഇപ്പം എന്താ? നിനക്ക് നാവുണ്ട് അല്ലേ? എന്തൊക്കെ പറയേണ്ടത്? എന്തെല്ലാം സംസാരിക്കണ കാല. ഇന്നൊക്കെ ഇത് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ? മനുഷ്യൻ തന്നെ ആവണമെന്നുണ്ടോ സംസാരിക്കാൻ? അപ്പോ മഹാന്മാർക്ക് മാർഗദർശനം നൽകുന്നതിന് അള്ളാഹു കൊടുക്കുന്ന ഓരോ സബബ. മുത്തുനബി തങ്ങളെ സദസ്സിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ മദീനയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഗ്രാമീണനായ ഒരാട്ടിടയൻ ഓടിക്കയറി വന്നു. അയാളിങ്ങനെ ഗദ്ഗദത്തോടെ നിൽക്കുക. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്താ വിശേഷം പറയാന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ഞാൻ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ആടിനെ മേക്കുന്ന ഒരു ഇടയനാണ്. ഞാൻ ആടുകളെങ്ങനെ മേച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഒരു ചെന്നായ വന്ന് എൻ്റെ ആട്ടുംകൂട്ടത്തിൽ നിന്ന് ഒരാട്ടും കുഞ്ഞിനെ പിടിച്ച് കടന്നു കളഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റില്ല, സങ്കടായി. ഞാൻ ആടുകളെയൊക്കെ ഒരു സൈഡിൽ ഒരുമിച്ച് കൂട്ടി ഒരു വടിയെടുത്തിട്ട് അതിനെ തെരഞ്ഞുപോയി. കുറെ അങ്ങ് ചെന്ന് നോക്കുമ്പോ ഒരു കുന്നിന്റെ നെറുകിലിരുന്ന് എൻ്റെ ആട്ടും കുഞ്ഞിന്റെ പാതി ആ ചെന്നായ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അരിശം കൊണ്ട് ഞാൻ ആ ചെന്നായയുടെ കയ്യിലുള്ള ബാക്കിയുള്ള ആടിന്റെ അവശിഷ്ടങ്ങളെ ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങി. ഉടനെ തന്നെ ആ ചെന്നായ മറ്റൊരു കുന്നിന്റെ മുകളിലേക്ക് ചാടിക്കയറി എന്നെക്കൊള്ള തിരിഞ്ഞിട്ടൊരൊറ്റ ചോദ്യമാണ്, അതൻസിഉ മിന്നീ സാഖൻ റിസ്ഖനി അല്ലാഹ്. ഓ മനുഷ്യ, പടച്ച തമ്പുരാൻ എനിക്ക് തന്ന ഒരു ഭക്ഷണം എന്റെ വായിൽ നിന്ന് നീ പിടിച്ചു പറിക്കുകയാണോ? ചെന്നായക്ക് ഞമ്മളെ ഹുക്കുമല്ല, പരുന്തിന് ഞമ്മളെ ഹുക്കുമല്ലേ. നമ്മൾ പോറ്റണ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് പിടിച്ചുകൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വല കെട്ടിയിട്ടോ കൂട്ടിലാക്കിയിട്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവര് പിടിച്ചു കൊണ്ടുപോയി തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ പിടിച്ചെറിച്ച് വാങ്ങാനൊന്നും പറ്റൂല. നമ്മളും അങ്ങനെ പലതിനും പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന പല മത്സ്യങ്ങളും അതിന്റെ തള്ളിയും തന്തിയൊന്നും ഇത് ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവില്ല വലയിൽ. മക്കളെ പിടിച്ച് നമ്മൾ പോന്നിട്ടുണ്ടാവും. കുഞ്ഞമ്മത്തിനെ പിടിച്ചു പോന്നാണ്, വലിയ മത്തി കുടുങ്ങിയിട്ടില്ല. അപ്പം അതിന്റെ തള്ളക്കും തന്തക്കും ഒക്കെ സങ്കടമുണ്ട്, എന്റെ മക്കളെ ആ പിടിച്ചുകൊണ്ടായത് എന്ന്. പക്ഷെ അതിന് നമ്മളാരും അനീതി എന്ന് പറയില്ലല്ലോ. അപ്പൊ അവർക്കും അള്ളാഹു തആല കണക്കാക്കിയ ഭക്ഷണമാണത്. അത് തിന്നാൻ തുടങ്ങിയാ പിന്നെ അത് പിടിച്ചെറിച്ച് വാങ്ങാൻ നമുക്ക് പറ്റൂല. ഈ മനുഷ്യനോട് ചെന്നായ ഈ സംഗതി ചോദിച്ചപ്പോ ഇയാൾ അത്ഭുതത്തോടെ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, വാഅജബാ കൽബുൻ യതകല്ലമു ബികലാമിന്നാസ്. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഒരു നായ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുമ്പിൽ വന്ന് ഈ ഇടയൻ പറയാണ്, ഞാനിത് ചോദിച്ച ഉടനെ ചെന്നായ വീണ്ടും സംസാരിച്ചു, മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നതൊന്നും ഒരത്ഭുതമല്ല. യഥാർത്ഥ അത്ഭുതം നിനക്ക് കാണണമെങ്കിൽ യസ്രിബിലേക്ക് ചെല്ലുക. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്.
അവിടെ അതാ കാരക്കത്തോട്ടങ്ങൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നേതാവ് ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വലിയ അത്ഭുതം. ഇത് ചെന്നായ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആടുകളെയൊക്കെ ഒരു ഭാഗത്താക്കി ഇവിടേക്ക് വന്നതാണ്. അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാണ്. അല്ലാഹു തആല മാർഗദർശനം നൽകൽ അങ്ങനെയാണ്. ഓരോരുത്തരും അള്ളാനെ അറിയാൻ അവര് പരിശ്രമിക്കുന്നതിന്റെ അളവനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും. അതിനു വേണ്ടിയുള്ള മുജാഹദ നടത്തുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെ പടച്ചവനെ കുറിച്ചുള്ള ഒരു യഖീൻ ഉറപ്പ് അവരെ മനസ്സിലുണ്ടാകുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചു ജീവിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യും. അവരെ അനക്കവും മടക്കവും അവരെ ഊണും ഉറക്കവും എല്ലാം പടച്ചവന്റെ പൊരുത്തത്തിലാക്കാൻ അവർ പരിശ്രമിക്കും. കാരണം അള്ളാഹുവിലുള്ള അത്രയും കഠിനമായ വിശ്വാസം അവരെ നന്മക്ക് പ്രേരിപ്പിക്കും, തിന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. അവർ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ്? യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മുടെ കണ്ണുകൊണ്ട് ആരും കാണാതെ നാം നോക്കുന്ന കള്ളനോട്ടങ്ങൾ മുതൽ നമ്മളെ മനസ്സിന്റെ ഉള്ളില് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ വരെ സവിസ്തരം അറിയുന്നവനാണ് അല്ലാഹ്. ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് അവർ ഉയരുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ രക്ഷിതാവ് നിന്നെ പതിയിരുന്ന് നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കും. രഹസ്യ ക്യാമറ പോലെയാണ്. അതുണ്ട് എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണല്ലോ അല്ലെ. 5 കിലോമീറ്റർ അപ്പുറത്ത് ക്യാമറ ഉണ്ട് എന്നാണ് ഇവിടുന്ന് തന്നെ വണ്ടി സ്ലോ ആക്കി ബെൽറ്റൊക്കെ ഇട്ട് ഇനി മറ്റേ കയ്യിൽ പിടിച്ച ആ തൊപ്പിയെടുത്ത് തലയിലൊക്കെ ഇട്ട് നമ്മൾ ജാഗ്രത കാണിക്കലില്ലേ. എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പോലീസും വേണ്ട, ഒരു ക്യാമറയും വേണ്ട, ഒരു കോടതിനും പേടിക്കണ്ട. പടച്ചോണ്ട് എന്ന് വിശ്വാസമുള്ള മനുഷ്യന് എവിടെയും നന്നായി ജീവിക്കാനേ പറ്റൂ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നവരുടെ പേരാണ് വലിയ. അല്ലാതെ പോഴത്തക്കാരെ പേരല്ല വലിയ. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ ത്വല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫീതനാ. ഇമാം നബവി റളിയല്ലാഹു അൻഹു റിയാദുസ് സ്വാലിഹീന്റെ തുടക്കത്തിൽ കൊടുത്തൊരു പദ്യമാണ്. അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ആ അടിമകളാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഹുവൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിൻ. സാധ്യമാകും വിധം അല്ലാഹുവിനെ പഠിച്ചു മനസ്സിലാക്കിയവരാണ്. അതാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് ഒരാൾക്ക് കയറിപ്പോകാനുള്ള ആദ്യത്തെ കവാടം എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം എന്താ? അൽ മുവാളിബു അല ത്വആത്ത്. ഇബാദത്തിൽ വ്യാപൃതരാകുന്നവരാണ്. പടച്ചോനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെ ബാഹ്യമായ അടയാളം. മറ്റത് അവരെ മഅരിഫത്ത് ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണണല്ല. നമുക്ക് നോക്കിയാൽ കാണുന്ന അടയാളം ഏതാ? അതുപോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടോന്ന്. അല്ലാതെ നിസ്കരിക്കാത്തവനാണെങ്കിൽ ഓനാണ് വലിയ അല്ലേ. ജുമാക്ക് പോകാത്തവൻ ഔലിയ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവൻ വലിയ, റമളാനിൽ നോമ്പെടുക്കാത്തവൻ, കയ്യിൽ സ്വർണമോതിരം ധരിക്കുന്നവൻ, ഒന്നിലേറെ വെള്ളി മോതിരം ധരിക്കുന്നവൻ, ഇതൊന്നുമല്ല വലിയന്റെ അടയാളം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എത്ര പരിപൂർണമായി പാലിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഔലിയാക്കന്മാരെ ഗ്രേഡ് വർദ്ധിക്കുക. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി. അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കേണ്ട മുറപ്രകാരം പാലിക്കുക. അവരാണ് ഔലിയാക്കന്മാർ. അതിൽ ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യാസമാണ്. ഓരോരുത്തരുടെ തൗഫീഖിനനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് അവരുടെ പദവികളിലും ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി മഅരിഫത്ത് സ്വായത്തമാക്കിയതിന് ശേഷം
അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കലാണ്. നിയമം ലംഘിച്ച് ജീവിച്ച് കുറുക്കുവയ്ക്ക് പടച്ചോന്റെ അടുത്തെത്താന്നുള്ള ആ തരികിടക്കൊന്നും ആരും നിൽക്കണ്ട. നിസ്കാരമൊന്നും വേണ്ട. പിന്നെന്ത് ചെയ്താൽ കിണറിൽ ഇറങ്ങി കുത്തിരിക്കുക, അല്ലെ പനന്റെ മുകളിൽ കയറി കുത്തിരിക്കുക, എന്നിട്ട് അള്ളാഹിന്റെ അടുത്ത് കടത്തും. അങ്ങനെ ഒരു കുറുക്ക് വഴിയൊന്നുമില്ല. ഇബാദത്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി. നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസാണ്. എന്ന് പറഞ്ഞാൽ പടച്ചവൻ പറഞ്ഞ കാര്യമാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി. വമാ തഖറബ ഇലയ്യ അബ്ദി, ഒരടിമയും എന്നിലേക്ക് അടുത്തിട്ടില്ല, ബിശൈഇൻ ഒന്നുകൊണ്ടും, അഹബ്ബ ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ, മിമ്മഫ്തറൽതു അലൈഹി ഞാൻ അവന്റെ മേൽ ഫർളാക്കിയ കാര്യം കൊണ്ട് അടുത്തതുപോലെ വേറെ ഒന്നുകൊണ്ടും എന്നിലേക്ക് അടുക്കാൻ പറ്റൂല. അപ്പൊ ഫർളുകൾ ആദ്യം പൂർണ്ണമായിട്ടും ചെയ്യണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയതാണ്. നിസ്കാരത്തിൽ പങ്കെടുക്കാതെ, നോമ്പെടുക്കാതെ, ഹജ്ജ് നിർബന്ധമായിട്ട് അത് ചെയ്യാതെ, സക്കാത്ത് നിർബന്ധമായിട്ട് അത് കൊടുക്കാതെ, ഫർളുകളൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു ഓനെങ്ങനെ പടച്ചോന്റെ അടുത്ത് അടുക്കുക? ഇതാണ് റൂട്ട്. ഫർളായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്നിലേക്ക് അടുക്കുക. അതാണ് മിനിമം റൂട്ട്. അതില്ലാതെ വേറെ കുറുക്ക് വഴിയില്ല. ഫർളെടുക്കാതെ സുന്നത്തെടുത്തിട്ട് കാര്യമില്ല. നിസ്കാരമാകുന്ന ദിക്റ് അല്ലാതെ, നിസ്കാരം ഏറ്റവും വലിയ ദിക്റ്. അഖിമിസ്വലാത്ത ലിദിക്രി, ഖുർആൻ പറഞ്ഞില്ലേ, എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ, എന്നെ ദിക്റാക്കാൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. ആ നിസ്കാരമാണ് ഏറ്റവും വലിയ ദിക്റ്. ആ ദിക്റ് ചെയ്യാതെ വേറെ ആരോ പറഞ്ഞു കൊടുത്ത എന്തോ ഒരു ദിക്റ് ചൊല്ലി ഞാൻ അള്ളാഹിലേക്ക് അടുക്കുന്നു എന്ന് കരുതണ്ട. അള്ളാഹു നിർബന്ധമാക്കിയ ദിക്റ് അത് ചൊല്ലണം. അതാണ് നിസ്കാരം. അത് നിർവഹിക്കാത്തവന് പടച്ചവനിലേക്ക് എത്താൻ പറ്റൂല. അങ്ങനെ ഫർളായ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക ആദ്യം. ഇനി കൂടുതൽ അടുപ്പം കിട്ടാൻ അള്ളാഹ് തന്നെ പറയുന്നു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ, പിന്നെ എൻ്റെ അടിമ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തവനാകും. എപ്പോൾ? ബിന്നവാഫിലി, ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. അങ്ങനെ അടുത്തടുത്ത് ഹത്താ ഉഹിബ്ബുഹു, ഞാൻ അവനെ പ്രിയം വെക്കുന്നത് വരെ. ഫഇദാ അഹബ്ബതുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ. പിന്നെ അവൻ എന്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്നവനാകും, എന്റെ താല്പര്യം മാനിച്ച് ജീവിക്കുന്നവനാവും. ഈ പറഞ്ഞതിന്റെ ഒരാശയം അതല്ല, അവന്റെ അവയവങ്ങൾ കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിലും എന്റെ മേൽനോട്ടത്തിലും എന്റെ പൊരുത്തത്തിലുമുള്ള കാര്യങ്ങളാവും. അപ്പൊ ഞാൻ അവനിലൂടെ പ്രകടിപ്പിക്കുന്ന അത്ഭുത സിദ്ധികളും കറാമത്തുകളും അവനിൽ നിന്ന് വെളിവാകും. ആ രീതിയിലുള്ള പദവിയിലേക്ക് എത്താനുള്ള വഴി ഫർളും സുന്നത്തുമായ ഇബാദത്തുകൾ ചെയ്യലാണ്. അതുകൊണ്ടാണ് സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാ എന്തു പറഞ്ഞത്? വലി എന്ന് പറഞ്ഞാൽ അൽ മുവാളിബു അല ത്വആത്ത്, ത്വഅത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ്. ഏറ്റവും വലിയ വലിയാരാണ്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. അമ്പിയാന്റെ നബി എന്ന പദവിയുണ്ട്. ആ പദവിന്റെ മേലെ ഉള്ള പദവിയാണ് റസൂല്. എല്ലാ റസൂലും നബിയാണ്. എല്ലാ നബി ആരല്ല? റസൂലല്ല. എല്ലാ നബിമാരുടെയും താഴെയുള്ള പദവിയാണ് വലിയ. അതുകൊണ്ട് തന്നെ സർവ നബിമാരും വലിയാണ്. എല്ലാ വലിയും നബിയല്ല. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അള്ളാഹിന്റെ ഔലിയാക്കളാണ്. അള്ളാഹിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോട് തന്നെ അള്ളാഹ് നിർദ്ദേശിച്ചതെന്താ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. തർക്കമില്ലാത്ത, എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാകുന്ന മരണം വരുന്നത് വരെ അവിടെ നിന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം നബിയേ. അതുകൊണ്ട് തന്നെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വഫാത്തായ ആ ദിവസത്തിലെ സുബഹി വരെ നിസ്കരിച്ചിട്ടുണ്ട്. ളുഹന്റെ സമയത്താണ് അവിടുന്ന് വഫാത്താകുന്നത്. അന്നത്തെ സുബഹി അടക്കം നിസ്കരിച്ചിട്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കാതിരിക്കുക എന്നതൊന്നും വിലായത്തിന്റെ അടയാളം അല്ല. ഇബാദത്ത് ചെയ്യാൽ മുവാളിബു അല ത്വഅത്തിൽ വ്യാപൃതരായി നിലകൊള്ളുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരെ ഇബാദത്ത് കൂടുകയാണ്, കുറയുകയല്ല. നോക്കൂ നിങ്ങൾ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വലിയ ആബിദല്ലേ. അവരൊക്കെ നമ്മളൊക്കെ ഒരു ഖത്തം തീർക്കൽ എപ്പോഴാ? റമളാനില് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഖത്തം തീർക്കും അല്ലേ? അതിന് തുടങ്ങിയ ആവേശം പിന്നെ ഉണ്ടായില്ല. അൽബക്കറ തന്നെ തീരാതെ പോയവരേക്കും അധികം ആൾക്കാരും. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയല്ല. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തും തീർത്തോവർ ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഒരൊറ്റ നൃത്തത്തില് ഒരു ഖത്തുമാട് തീർക്കണം. സ്വഹാബാക്കൾ കൂട്ടത്തിൽ അങ്ങനെ ഒരുപാട് ആളുണ്ടായിട്ടുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ നിസ്കാരത്തിൽ ഖുർആൻ ഖത്തം തീർത്ത ആളാണ്. അതുപോലത്തെ വേറെ മഹാന്മാര് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലെത്തിയത് ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ടാണ്, അല്ലാതെ കുറുക്കുവഴിക്ക് ചാടിക്കടന്നതല്ല. ഇബാദത്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം. ആ റൂട്ടിലൂടെയാണ് അവരൊക്കെ സഞ്ചരിച്ചു പോയിട്ടുള്ളത്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ് സ്വല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തൽ ലൈല. ഒരു രാത്രിയിൽ ഞാൻ മുത്തുനബി തങ്ങളുടെ കൂടെ തഹജ്ജുദ് നിസ്കാരത്തിൽ പങ്കെടുത്തു. നബിതങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അതിന്റെ വേക്ക് കൂടി. അങ്ങനെ നബിതങ്ങൾ ഫാത്തിഹ ഓതിയതിനു ശേഷം അൽബക്കറ തുടങ്ങി. അപ്പൊ ഞാൻ കരുതി ഒരു 10 ആയത്തോ ഒക്കെ കഴിഞ്ഞാൽ റുക്കൂ പോകുന്ന വിചാരിച്ചത്. അവിടുന്ന് വിട്ടു. ഒരു 100 ആയാൽ പോയേക്കെന്ന് കരുതി, അവിടുന്ന് വിട്ടു. എന്നാ പിന്നെ അൽബക്കർ കഴിഞ്ഞാൽ നിർത്തുമെന്ന് വിചാരിച്ച് 200 ആയത്ത്, 200ന്റെ അപ്പുറം ആയത്തുണ്ട്. അവിടെയും സ്റ്റോപ്പായില്ല. അത് കഴിഞ്ഞ് ആലിംബ്രാൻ ആട് തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം രാത്രിയുടെ 2/3 ഭാഗം വരെ നിന്ന് നിസ്കരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിന്റെ 2/3 എന്ന് പറഞ്ഞാൽ എത്ര? 8 മണിക്കൂർ നീണ്ട നിസ്കാരം. ലലം തു സുന്നത്തമൻ അഹിയല്ലലമ ഇലാ അനിസ്തഖത് ഖദമാഹു ദുർറമിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ രീതി ഇങ്ങനെ. ആയിഷ ബീവിക്ക് സങ്കടായി. 8 മണിക്കൂറൊക്കെ തുടരെ കുത്തനെ നിന്നാലേ കാലുമ്മൽ ഇങ്ങോട്ട് നീരിറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ നീര് വന്ന് വീർത്തപ്പം ചോദിച്ചു, നബിയെ, എല്ലാ ദോഷവും അല്ലാഹു തആല പുറത്തു തന്ന ഒരാളല്ലേ, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണോ? അപ്പൊ മുത്തുനബി തിരിച്ചു പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ. ആയിഷ, പടച്ചോനോട് നന്ദിയുള്ള അടിമയാകണ്ടേ ഞാൻ. ആ നന്ദി പ്രകാശിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത്. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ വലിയന്റെ മാതൃക. രാത്രിയിലുടനീളം നിന്ന് നിസ്കരിക്കുകയാണ്. അതുപോലെ തന്നെ മഹാന്മാര് ഇബാദത്ത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശറഇന്റെ നിയമം അനുസരിച്ച് നിസ്കരിക്കാൻ ഒളു വേണം അല്ലേ? അതുപോലെ തവാഫ് ചെയ്യാൻ ഒളു വേണം, ഖുർആൻ തൊടാൻ ഒളു വേണം. ഇങ്ങനൊക്കെ ചില സംഗതികൾക്ക് ഒളുണ്ടായാൽ മതി. എന്നാൽ എല്ലാ സമയത്തും ഒളു എടുക്കുക എന്ന് പറഞ്ഞാലോ, അതും മതം കൽപ്പിച്ചിട്ടുണ്ട്. സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യലാണ് നല്ലത്. എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കും. അള്ളാഹിന്റെ ഔലിയാക്കന്മാർ അതാ നോക്കുക. അവര് പരമാവധി ശരീഅത്തിന്റെ നിയമം പാലിക്കാൻ എപ്പോഴും ശുദ്ധിയോടുകൂടെ നിൽക്കും. അങ്ങനെ ഒളു മുറിയാതെ നടക്കുന്ന ശീലം വന്നപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ പരീക്ഷിക്കുകയാണ്. അങ്ങനെയാണല്ലോ പടച്ചവന്റെ രീതി. മാങ്ങയുള്ള മാവിലേക്കാണ് കല്ലേറുണ്ടാകുക. മാങ്ങല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കൂല.
അതുകൊണ്ടാ മുത്തനബി പറഞ്ഞത് അശദ്ദുൽ ബലായി, ഏറ്റവും വലിയ പരീക്ഷണം വരിക അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസലു. പടച്ചോന്റെ ഏറ്റവും കഠിനമായ പരീക്ഷണം ഉണ്ടായാൽ അമ്പിയാക്കൾക്കാ. പിന്നെ അവരെ പോലെ ജീവിക്കുന്ന ആൾക്കാരോ അവർക്കാണ് അള്ളാന്റെ പരീക്ഷണം ഉണ്ടായത്. കണ്ടില്ലേ, ചില ആലിമീങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ കൊത്തി വലിക്കുന്നുണ്ടാവും. അള്ളാന്റെ പരീക്ഷണ ആ സമയത്തൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടോ? എല്ലേതൊക്കെ ഇട്ടെറിഞ്ഞു പോവാണോ? ഇനി ആവൂല, എന്തിനാ ഞാൻ ഈ വിമർശനം ഏൽക്കണമെന്ന് കരുതി വലിച്ചെറിഞ്ഞു പോവാണോ? ദീന് നിലനിർത്താൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും അല്ലാഹു തആല. ആ പരീക്ഷണത്തിൽ അതിജയിക്കണം. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന് കൊടും തണുപ്പുള്ള ഒരു രാത്രി ഈജിപ്തില് ഒരു നൈൽ നദിയുടെ തീരത്ത് ഒരു കൊട്ടാരത്തിൽ അതിഥിയായി കഴിയാം. ഔലിയാക്കന്മാർ ചിലപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തും. വലിയ കൊട്ടാരത്തിനും മുതലാളിമാരെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഒരു വലിയ സുഖിക്കാം. അതൊക്കെ വിമർശനത്തിന് കാരണം കേട്ടോ. ഓലൊക്കെ വലിയ വലിയ ആൾക്കാരെ പൊരേലാ പോയി കൂടുന്നൊക്കെ പറയും. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന് അവിടെ പോയിട്ട് എന്താ ഏർപ്പാട് അറിയോ? അവിടുന്ന് ദിക്റിലാണ്, ഇരുന്ന് ദിക്റ് ചൊല്ലുന്നു രാത്രി. പക്ഷേ അതിൻ്റെ ഇടക്ക് ഉറങ്ങിപ്പോകുന്നു. ഉറക്കം വരുന്ന സമയത്തതാ സ്വപ്നസ്ഖലനമുണ്ടാകുന്നു. ഉടനെ തന്നെ ഞെട്ടി എഴുന്നേറ്റ്, എപ്പോഴും ശുദ്ധിയിൽ നിൽക്കുന്ന ആളാണല്ലോ, ഇരുന്നാണ് ഉറങ്ങുന്നത്, കിടന്നു ഉറങ്ങാറില്ല. മഹാനവറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യന്മാര് 40 കൊല്ലക്കാലം ഹിദ്മത്തെടുത്ത അവിടുത്തെ ഒരു ശിഷ്യൻ പറയുന്നത്, അതാ 40 കൊല്ലത്തിന്റെ ഇടക്ക് സുബഹി നിസ്കരിച്ചത് ഇശാ നിസ്കരിച്ച അതേ ഒലുകൊണ്ടായിരുന്നു. സുബഹി നിസ്കരിച്ച അതേ ഒലുകൊണ്ട്, ഇശാ നിസ്കരിച്ച അതേ ഒലുകൊണ്ട് സുബഹി നിസ്കരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കിടന്നുറങ്ങിയിട്ടില്ല. ഇരിപ്പടം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയ ഒലു മുറിയിൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്താണ് അള്ളാഹുവിന്റെ പരീക്ഷണം. സ്വപ്നസ്ഖലനമുണ്ടായി, ഞെട്ടി ഉണർന്നു. ഐസും കട്ടയെ വെല്ലുന്ന തണുപ്പാണ് നൈൽ നദിയുടെ വെള്ളത്തിന്. മഹാനവരുകൾ അത് വില വെച്ചില്ല. ഉടനെ പോയി കുളിക്കുന്നു, തിരിച്ചു വന്ന് ദിക്റിൽ ഏർപ്പെടുന്നു. ഉറക്കം വരുന്നു, വീണ്ടും സ്വപ്നസ്ഖലനമുണ്ടാകുന്നു. എഴുന്നേറ്റ് പോയി കുളിച്ചു വരുന്നു. പടച്ച റബ്ബ് ഒരൊറ്റ രാത്രി പരീക്ഷിച്ചത് 40 തവണയാണ്. 40 വട്ടം ജനാബത്തുണ്ടായാര് 40 വട്ടം ഒരൂരാ കുളിച്ചോവർ. നമ്മളെയൊക്കെ അവസ്ഥ എന്താണ്? സുബഹി നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ, പക്ഷേ തണുപ്പുണ്ട് എന്ന് പറഞ്ഞ് ആ സുബഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് പോലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച് ശുദ്ധി വരുത്താൻ ഈമാനിക ശക്തി നമുക്കില്ലല്ലോ. അള്ളാഹു മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. അവരുടെ ഇബാദത്ത് അങ്ങനെയാണ്. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ലാ യദൂമു അല ത്വഹാറത്തി ഇല്ലൽ മുഅ്മിനുൽ കാമിൽ. പരിപൂർണമായ ശുദ്ധിയോടെ നിലകൊള്ളാൻ പൂർണ്ണ വിശ്വാസിക്കല്ലാതെ സാധിക്കൂല. എപ്പോഴും ശുദ്ധിയിൽ നിൽക്കാൻ ആർക്കേ കഴിയുള്ളൂ? പരിപൂർണ ഈമാനുള്ളവനെ പറ്റുള്ളൂ. ജീലാനി തങ്ങളെ അള്ള പരിശോധിച്ചത് അതുണ്ടോന്ന്, തങ്ങളത് വിജയിച്ചു. പക്ഷേ ജീലാനി തങ്ങൾ പറഞ്ഞു, ഇനി 41ാമതൊരു തവണ കൂടി അള്ളാഹു എന്നെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോവുകയായിരുന്നു. കാരണം 40 വട്ടം പോയി കൂടി ശരീരം മരവിച്ചു പോകും. പക്ഷെ അള്ളാഹു തആല കാത്തു. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ശരീഅത്തിന്റെ നിയമങ്ങളെ അത്രമേൽ പരിഗണിച്ചു പോകുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധി നേരെ നിൽക്കുന്ന കാലത്താണ് ശരീഅത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാകുക. ഒരാൾ നല്ല മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, 40 വയസ്സായി അല്ലെ 50 വയസ്സായി, അതിരെ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭ്രാന്തായി നോക്കുക. ഭ്രാന്തായി പോയാൽ അയാൾക്ക് പിന്നെ എന്ത് ബാധകല്ല? അയാൾ ആളാര് തന്നെയാണ്, മുസ്ലിം തന്നെയാണ്. അയാൾക്ക് ശരീഅത്തിന്റെ നിയമം ബാധകല്ല. തക്ലീഫ് ഉണ്ടാകണമെങ്കിൽ, നിയമം ബാധകമാകണമെങ്കിൽ ബുദ്ധി നേരെ നിൽക്കണം. നമ്മളെല്ലാ കിതാബിലും പറയുന്ന കാര്യമാണ്. മുസ്ലിം ആകണം, ബുദ്ധിയുള്ളവനാകണം, പ്രായപൂർത്തിയെത്തണം. ഈ 3 നിബന്ധന ഉള്ളവർക്കാണ് അള്ളാഹുവിന്റെ നിയമം ബാധകമാകുക. അപ്പൊ ബുദ്ധി പോയ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ മുസ്ലിം തന്നെയാണ്,
പക്ഷേ ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവനിപ്പം എന്തില്ല, ശരീഅത്തിന്റെ നിയമം ബാധകമല്ല, അയാൾ ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ഇതുപോലെ വലിയ പദവിയിലെത്തിയ ചില ആളുകൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ബുദ്ധിഭ്രമം സംഭവിക്കും. അത് യഥാർത്ഥത്തിൽ ഭ്രാന്താവുക എന്നല്ല അതിനെ സംബന്ധിച്ച് പറയുക, അതിന് ജദ്ബ് എന്നാണ് സാങ്കേതികമായി പറയാം. എന്ന് പറഞ്ഞാൽ ഏകാഗ്രത ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ട് മനുഷ്യന്റെ മനസ്സിന്. നമ്മളെ ചിന്തകൾ മുഴുവനും ഒരേ വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പം ബാക്കിയുള്ളതൊക്കെ അവിടെ മറന്നു പോണ ഒരവസ്ഥ ഉണ്ട്. അത് വിലായത്തിന്റെയും നുബുവത്തിന്റെ പദവിയിലെത്തിയ ആളുകൾക്കൊന്നും അത് സംഭവിക്കൂല. വിലായത്തിന്റെ പദവിയിൽ തന്നെ വളരെ ഔന്നത്യത്തിലായ ആളുകൾക്കും അത് സംഭവിക്കുകയില്ല. വിലായത്തിന്റെ പദവിയിൽ ആദ്യഘട്ടത്തിലെത്തുന്ന ചില ആളുകൾക്ക് ഈ ജദ്ബിന്റെ ഹാല് സംഭവിക്കാറുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മാത്രം അവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പം ബാക്കിയുള്ളതൊക്കെ അങ്ങ് മറന്നുപോയി. ഇതേതാ മാസം അതയാൾക്ക് ഓർമ്മല്ല, ഇതേതാ ദിവസം അയാൾക്ക് ഓർമ്മല്ല, റമളാനാണെന്ന് അയാൾക്ക് ഓർമ്മയില്ല, ഇത് വെള്ളിയാഴ്ചയാണെന്ന് അയാൾ അറിയില്ല, ബാങ്ക് കൊടുക്കലുണ്ട്, നിസ്കാരമുണ്ട് അയാൾക്ക് ഓർമ്മല്ല. ഇയാൾ ഒന്നായിട്ട് ഇങ്ങോട്ട് തഹയ്യുറായി നിൽക്കുക. ഇത് പലപ്പോഴും ഭൗതികമായ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളിപ്പം ഇവിടുന്ന് ഇങ്ങനെ മംഗലാപുരത്തേക്കുള്ള ബസ് കാത്തുക്കുക, റോട്ടുമ്മൽ ഭയങ്കര തിരക്കാട്, ഓപ്പറേഷൻ നടക്കാണ്ട്, അപ്പോഴേക്ക് ഞാനവിടെ എത്തണം. ബേജാറില്ല, ആകെ ശ്രദ്ധ എന്താ, മംഗലാപുരത്ത് ഏനപ്പയിന്റെ ആശുപത്രിയിൽ എത്തണം എന്നുള്ള ആകെ ശ്രദ്ധയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നോക്കണ് മംഗലാപുരത്തേക്കുള്ള ബസ്സുണ്ടോ എന്നാ. അതിൻ്റെ അടുക്ക് പല ബസ്സും മഞ്ചേശ്വരം വൈക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഒക്കെ പോയിട്ടുണ്ടേ. ഒരാൾ വന്ന് ചോദിച്ചു, മഞ്ചേശ്വരത്തുള്ള ബസ് പോയതിലേന്ന്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അറിയില്ല, നിങ്ങൾ കാണൂല, നിങ്ങളെ ശ്രദ്ധയിൽ ഏതാ ഉള്ളത്, മംഗലാപുരം ബസ് മാത്രം. മഞ്ചേശ്വരത്തുള്ള വേറെ ഒരുപാട് ഇതിലെ പോയി, അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളെ ശ്രദ്ധ എടുക്കാണോ അത് മാത്രം കാണുന്നൊരവസ്ഥ. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞില്ലേ? ആ ചരിത്രത്തിൽ കാണാം, നബി കരീം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ കുറച്ച് പെണ്ണുങ്ങൾ സലീഹ ബീവി പരാജയപ്പെട്ടു പോയ കാര്യത്തിന്റെ പേരിൽ അവരിങ്ങനെ കളിയാക്കിയപ്പം സലീഹ ബീവി ഒരു ഹിക്മത്തെടുത്തു. ഞാൻ മൂപ്പരോൽക്കൊന്ന് കാണിച്ചു കൊടുത്തു നോക്കട്ടെ. ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. അവരെ കയ്യിലൊക്കെ പഴവും കത്തിയും കൊടുത്തു. യൂസുഫ് അലൈഹി സ്വലാം അവരെ മുന്നിലൂടെ അങ്ങോട്ട് നടന്നു. യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം, അപാര സൗന്ദര്യം. മുത്തനബി പറഞ്ഞത് കന്നഹു ഖദ് ഉഅതിയ ശത്റുൽ ഹുസ്ൻ. മിറാജിന്റെ രാത്രി 3-ാം വാനത്തിൽ യൂസുഫ് നബി സ്വലാമിനെ ഞാൻ കണ്ടപ്പോൾ സൗന്ദര്യത്തിന്റെ പകുതി അള്ളാഹു യൂസുഫ് നബി സ്വലാമിനോട് കൊടുത്തിട്ടുണ്ട്. അത്ര സുന്ദരൻ, നോക്കിയവർ പിന്നെ കണ്ണെടുക്കൂല, അത്ര വലിയ സൗന്ദര്യം. ഈ പെണ്ണുങ്ങളെ മുമ്പിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാം യജമാനത്തെ നിർബന്ധിച്ചത് കാരണം നടന്നു പോകാൻ നിർബന്ധിതനായി. മഹാനവറുകൾ അങ്ങ് നടന്നു പോകുമ്പോൾ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാസ ലില്ലാഹ് മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ ഇതെന്തോ അതിമഹത്തായ സംഭവമാണെന്ന് അവർക്ക് തോന്നുകയും അവരെ ശ്രദ്ധ മുഴുവനും യൂസുഫ് നബി സ്വലാമിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചപ്പോൾ വഖത്തഅന ഐദിയഹുന്ന, സ്വന്തം കൈകളെ അരിഞ്ഞു മുറിച്ചു. എന്നിട്ട് വഖുൽന ഹാസ ലില്ലാഹ്, അത്ഭുതം അത്ഭുതം, മാ ഹാദാ ബശറാ, ഇതൊരു മനുഷ്യനല്ല, ഇതേതോ മാലാഖയാണോ എന്ന് ചോദിച്ചു. സ്വന്തം കൈ സ്വന്തം കത്തിയോണ്ട് മുറിച്ചിട്ട് അവര് വിവരം അറിഞ്ഞില്ല. ഇത് ഒരു ജദ്ബിന്റെ ഹാല. ഇവരെ ശ്രദ്ധ മുഴുവനും യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൗന്ദര്യത്തിലേക്ക് ആവാഹിക്കപ്പെട്ടപ്പം ബാക്കിയുള്ളൊക്കെ മറന്നുപോയി. ഈ ഒരവസ്ഥ ചില ഔലിയാക്കന്മാർക്ക് ചിലപ്പോൾ സംഭവിക്കും. അപ്പൊ വലിയ എന്ന് അറിയപ്പെട്ട ചിലരുടെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഓലെ ചീത്ത അറിയാൻ പോണ്ട. അയാൾ നിസ്കരിക്കാത്ത ആളായിരുന്നു, റമദാനിൽ നോമ്പ് വെച്ചിട്ടില്ലായിരുന്നു പറഞ്ഞ് നമ്മളോലെ ചീത്ത അറിയാൻ പോകരുത്. അതൊരു പക്ഷേ ഈ അവസ്ഥയിൽ സംഭവിച്ചതാവാം. അങ്ങനെ സംഭവിച്ചാലും നേരത്തെ മുസ്ലിമായി ജീവിച്ചു വന്ന ഒരാൾ ഭ്രാന്തായപ്പോ ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഇപ്പോഴും മുസ്ലിം തന്നെയാണ്.
ഇതുപോലെ വലിയായ ഒരാള് ഈ ഒരവസ്ഥയിലെത്തിയാലും അയാൾ ആര് തന്നെയാണ്? വലിയ തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വലിയാകുക എന്നത് ഇബാദത്ത് ഒഴിവാകാനുള്ള ഒരു അംഗീകാര പത്രമല്ല. അള്ളാന്റെ ഔലിയാക്കന്മാരാ പിന്നെ ഇബാദത്തൊന്നും വേണ്ട, അതില്ല. ബുദ്ധി നേരെയുള്ള കാലത്തോളം എല്ലാവർക്കും ഇബാദത്ത് ബാധക. ബുദ്ധി നേരെ ആവാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഭ്രാന്ത്, അതിലൊന്നാണ് ജദ്ബ്, അതിലൊന്നാണ് മാനസികമായ മറ്റ് പ്രശ്നങ്ങൾ. അതുള്ള ഒരാൾക്ക് ബുദ്ധി നേരല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് ശരീഅത്തിന്റെ നിയമം ബാധകം ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അടയാളമായി പണ്ഡിതന്മാര് പറഞ്ഞത് അവർ ഇബാദത്തിൽ വ്യാപൃതരാവും. അപ്പൊ അവരുടെ മധുവും അവരുടെ മഹത്വം ഒക്കെ പറയുമ്പോ നമ്മൾ രണ്ടാമത് ഉൾക്കൊള്ളേണ്ടത് ഇത് തന്നെയാണ്. നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്, മഹബത്ത് വെക്കുന്നവരാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. നമ്മൾ നിസ്കാരം കളഞ്ഞു കുളിക്കരുത്, ശരീഅത്തിന്റെ നിയമം പാലിക്കണം. നമ്മളെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ഇടപെടലുകളിൽ ഇതിലൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു ജീവിക്കണം. അപ്പോഴേ ഔലിയാക്കന്മാരുടെ മദത് നമുക്ക് ലഭിക്കുകയുള്ളൂ, അവരെ പൊരുത്തം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളൊരു ഇബാദത്തും ചെയ്യാതെ ദുന്യവിയായ കുറെ നേട്ടങ്ങൾ വേണം, അതിന് മക്കാമ് പോവുക, ഔലിയാക്കന്മാരെടുത്ത് പോവുക, ഇതാകരുത് നമ്മളെ രീതി. അതിന്റെ കൂടെ അതിനേക്കാൾ പരിഗണന കൊടുത്ത് അവരൊക്കെ എങ്ങനെയാണോ പടച്ചോനിലേക്ക് അടുത്തത് ആ ഒരു രീതിയിൽ നമ്മൾ പോകണം. ഏറ്റവും ചുരുങ്ങിയത് ഫർളുകളെങ്കിലും വിടാതെ കൊണ്ടടക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാള് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് സ്വർഗത്ത് പോകണം. അയാളെ ഈമാൻ നമ്മൾ നോക്കണേ, എനിക്ക് സ്വർഗത്ത് പോകണം, അതിന് പറ്റിയ അമല് അവിടുന്ന് പറഞ്ഞു തരണം. കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല, അയാൾ ഉള്ള പോലെ പറയാണ്, എല്ലാം കൂടി ഒന്നും എനിക്ക് ചെയ്യാനാവില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയത് പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം എന്നാണ്. അയാൾ ഏറ്റെടുത്തു, അത് ഞാൻ ഏറ്റു നബിയെ, സുന്നത്ത് നിർവഹിക്കുമെന്ന് ഞാൻ വാക്ക് തരൂല, അത് ഏറ്റെടുക്കൂല, ഫർള് ഞാൻ ചെയ്തോളാം. ഓക്കെ. പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, റമളാൻ മാസത്തിയാല് ആ മാസം ഫുള്ള് നോമ്പെടുക്കണം. അയാൾ പറഞ്ഞു, റെഡി, സുന്നത്ത് നോമ്പ് ഞാൻ ഏൽക്കൂലോട്ടോ പറഞ്ഞു, ഫർള് ഞാൻ ചെയ്തോളാം. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സമ്പത്തിന് നിശ്ചിത പരിധി എത്തിയാൽ സക്കാത്ത് കൊടുക്കണം. റെഡി, സുന്നത്തായ സ്വതക്ക ഞാൻ തരുന്നു പറയില്ല എന്നാണ്, അത് ഞാൻ ഏൽക്കൂല, ഫർള് ഓക്കെ. പിന്നെന്താ വേണ്ട ചോദിച്ചു. ഹജ്ജിന് പോകാൻ സൗകര്യപ്പെട്ടാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റു, സുന്നത്തായത് ഞാൻ ചെയ്യുമെന്ന് പറയില്ല, ഫർളായ കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം. നിബിതങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സന്തോഷത്തോടെ ആ മനുഷ്യനതാ തിരിച്ച് നടന്നു പോകുമ്പോ മുത്തുനബി അവിടെയുള്ള സ്വഹാബത്തിനോട് പറയുന്നു, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് കാണണോ? ആ പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, ചെറുപ്പക്കാരെ, അള്ളാന്റെ ഔലിയാക്കളെ മഹബത്ത് വെച്ച് പരിപാടി സംഘടിപ്പിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു നിർബന്ധമാക്കിയ ഫർളായ ഇബാദത്തുകളെങ്കിലും നിർവഹിക്കാനുള്ള പ്രതിജ്ഞ ഇതുപോലുള്ള മജ്ലിസിൽ വെച്ച് നമ്മൾ പുതുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഞാൻ വിശദമായി പറയുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ 2 രീതിയിലും അവര് ജീവിക്കുമ്പോൾ അതോടൊപ്പം എന്തായിരിക്കും അവരവസ്ഥ? അവരുടെ അവസ്ഥ ദുനിയാവിലുമായുള്ള അവരുടെ മനസ്സിന്റെ ബന്ധം ഉണ്ടാവില്ല. അൽ മുഇരിളു അനിൽ ഇൻഹിമാഖി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ഭൗതിക ആഡംബര ആനന്ദങ്ങളിൽ നിന്ന് അവരെ ഖൽബ് മാറി നിൽക്കും. ഭൗതികമായി ചിലപ്പോൾ നമ്മൾ കണ്ടാല് അവരെങ്ങനെയായിരിക്കും? അവര് നല്ല AC കാറിൽ പോകുന്നുണ്ടാവും, AC റൂമിൽ ഉറങ്ങുന്നുണ്ടാവും, വിമാനത്തിൽ സഞ്ചരിക്കുന്നുണ്ടാവും, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാന്റെ ഔലിയാക്കളിൽ പ്രമുഖനല്ലേ അല്ലേ? സുലൈമാൻ നബി ഒക്കെ ആ കാലത്ത് തന്നെ സഞ്ചരിച്ച വാഹനവും അവിടുന്ന് താമസിച്ച കൊട്ടാരവും ഒക്കെ വലിയ സംഗതിയാണ്. പക്ഷേ ഭൗതിക വിരക്തി എന്ന് പറഞ്ഞത് എന്തല്ല, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സുകൊണ്ട് ദുന്യാവുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. ബാഹ്യമായി ദുന്യാവിന്റെ സുഖങ്ങളോ സന്തോഷങ്ങളോ
അനുഭവിക്കുന്നത് ഇതിനെതിരല്ല.